കേരള കോൺഗ്രസിൽ നിന്ന് പലതവണ MLA ആയ, പിന്നീട് വിപ്പായ, ചീഫ് വിപ്പ് എന്ന വാക്ക് മലയാളികൾ പലതവണ കേൾക്കുന്നത് തന്നെ PC ജോർജിലൂടെയാണ്. അദ്ദേഹം ഇപ്പോൾ BJP പാളയത്തിലാണ്. അദ്ദേഹം ഈരാറ്റുപേട്ട പൂഞ്ഞാറിൽ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. വിജയസാധ്യതയുണ്ടോ നിലവിൽ? പൂഞ്ഞാർ എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാഷ്ട്രീയ കേരളത്തിൽ ഓർമ്മ വരുന്ന പേരാണ് PC ജോർജ്. അദ്ദേഹം ഏത് മുന്നണിയിൽ നിന്നാലും അത് അദ്ദേഹത്തിൻ്റേതായ ഒരു വ്യക്തിപരമായ സ്വഭാവത്തിൻ്റേതു കൂടി ആയിരിക്കാം. അദ്ദേഹം ആ സന്ദർഭങ്ങളിലെല്ലാം ശോഭിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് മത്സരിച്ച് ജനപക്ഷം എന്ന ഒരു പാർട്ടിയുടെ പേരിൽ MLA ആയിട്ടുണ്ട്. പക്ഷേ ഇത്രയുമൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, പ്രസിദ്ധി കിട്ടിയ വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഏത് മുന്നണിയുടെ കൂടെ അദ്ദേഹം നിന്നിട്ടുള്ളപ്പോഴും അദ്ദേഹത്തെ ആരും മന്ത്രിയാക്കിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് മന്ത്രിയാക്കാത്തത് എന്ന് ചോദിച്ചാൽ, എല്ലാ പാർട്ടികൾക്കും ഐകകണ്ഠേന പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, മന്ത്രിയാക്കിയാൽ ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടും ഒക്കെയുള്ള അദ്ദേഹം പരമാവധി അത് പ്രയോജനപ്പെടുത്തും, ഖജനാവിനെ ബാധിക്കും എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ മനസ്സില്ലാ മനസ്സോടെയാണ് UDF ഇദ്ദേഹത്തെ, നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ ചീഫ് വിപ്പ്, ആ ചീഫ് എന്നുള്ള വാക്കിനെ തന്നെ പിന്നീട് രാഷ്ട്രീയ കേരളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ട് ചീഫ് വിപ്പ് എന്നുവരെ വിളിച്ചാക്ഷേപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ട് ഏത് സമയത്ത് പ്രവർത്തിച്ചാലും അദ്ദേഹം ഇന്ന പാർട്ടിയുടെ ഒരു നേതാവാണ്, അതിനനുസരിച്ച് സംസാരിക്കണം, പ്രവർത്തിക്കണം എന്നുള്ള ചിന്ത അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ PC ജോർജ്. ഈ PC ജോർജിന് ആരെയും എന്തും എപ്പോൾ എങ്ങനെ വേണമെങ്കിലും പറയാനുള്ള അനുവാദമുണ്ട്, അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിന് സ്വന്തം പാർട്ടിയാണെങ്കിലും മുന്നണിയാണെങ്കിലും. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ അദ്ദേഹം. ഒരു കാലഘട്ടത്തിൽ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഏത് പരിപാടി ഉണ്ടെങ്കിലും ആ പള്ളിയിലെ ഇമാമിനെ വിളിച്ചില്ലെങ്കിൽ പോലും PC ജോർജ് എന്നുള്ള വ്യക്തി അവിടെ കാണും. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ ഇമാമുമാരൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ അക്ഷരസ്ഫുടത അത്രയും വരില്ലെന്നേ ഉള്ളൂ. ആ പ്രാർത്ഥനകളൊക്കെ അതേപോലെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒരു വലിയ പരിധിവരെ അവിടുത്തെ മുസ്ലിം സമുദായം അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വ്യക്തി തന്നെ മറ്റൊരവസരത്തിൽ ആ മതത്തെക്കുറിച്ചും ആ മതത്തിലെ ആളുകളെക്കുറിച്ചും പറഞ്ഞ വാക്കുകൾ നമ്മൾക്കറിയാം. അതോടെ പോയി. ഈ നാരായണത്ത് ഭ്രാന്തനെ കണക്ക് പാറ ഏറ്റവും മുകളിൽ വരെ കൊണ്ടുവന്നിട്ട് താഴോട്ടിട്ട് കളഞ്ഞ അവസ്ഥയിലാണ് അദ്ദേഹം കൈവിട്ടു പോയത്. പിന്നീട് അദ്ദേഹം UDFൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യനെ നാണം കെടുത്തിയതിലൂടെയാണ് PC ജോർജ് എന്നുള്ള വ്യക്തിയെക്കുറിച്ചുള്ള സർവ്വമതിപ്പും കേരളത്തിലെ ജനങ്ങൾക്കില്ലാതായത്. ലൈവായിട്ട് അദ്ദേഹം പലതും കണ്ടതുപോലെ അങ്ങ് പറയുകയാണ്, അങ്ങ് വിളമ്പുകയാണ്. അതോടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള സർവ്വമതിപ്പ് പോയി. ഒരിടത്തും LDFലും UDFലും നിലനിൽപ്പില്ല എന്ന് കണ്ട ജനപക്ഷമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ 40,000-ന് മുകളിൽ വോട്ട്, 42,000 വോട്ട് കിട്ടി എന്ന് ശരിയാണ്. പക്ഷേ അതിന് ശേഷമാണ് ഒരുപാട് പാളിച്ചകൾ പിന്നെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ജനപക്ഷം പിരിച്ചുവിട്ടു. BJPയിൽ നേരിട്ട് അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തു. അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം പൂഞ്ഞാറിലും അദ്ദേഹത്തിൻ്റെ മകൻ പാലായിലും സ്ഥാനാർത്ഥികൾ ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ രണ്ടുപേർക്കും രണ്ടാം സ്ഥാനം പോലും കിട്ടാനുള്ള, കാരണം PC ജോർജ് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തായിരുന്നു, ഇത്തവണ NDAയുടെ സപ്പോർട്ടൂടെ കിട്ടിയാൽ ഒന്നാം സ്ഥാനത്താകുമെന്നൊക്കെ നമുക്ക് ആ രീതിയിൽ കണക്ക് കൂട്ടാം. രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല. ജനപക്ഷത്തായിരുന്നപ്പോഴുള്ള പിന്തുണ ഇപ്പം കിട്ടുമോ? ജനപക്ഷമായിരുന്നപ്പോൾ
ആരോടും വേണ്ട, അദ്ദേഹത്തോട് മാത്രം, ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഇപ്പം പിക്ചർ മാറി. അതുകൊണ്ട് ജയസാധ്യതയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് പോലും അറിയാം. പക്ഷേ എത്ര വോട്ട് പിടിക്കും, നില മെച്ചപ്പെടുത്തുമോ, NDAക്ക് ഇദ്ദേഹത്തെ കൊണ്ട് വല്ല ഗുണവും ഉണ്ടാകുമോ, അതോ ഇദ്ദേഹത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം കണ്ടതാണ്, അദ്ദേഹം പത്തനംതിട്ട സീറ്റ് ആഗ്രഹിച്ചിരുന്നു. പിന്നീട് അനിൽ ആന്റണി മത്സരിക്കാൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു, ആ പയ്യന് അത്ര പരിചയക്കുറവുണ്ട്, ഞാനായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ശരിയാകുമായിരുന്നു എന്ന്. അദ്ദേഹത്തെ നമ്മൾക്കിപ്പോൾ വേണമെങ്കിൽ ഉപമിക്കാൻ പറ്റുന്ന നമ്മുടെ ട്രംപിൻ്റെ ഒരു ചേട്ടനോ അനിയനോ, പ്രായം കൊണ്ട് എവിടെ വരുമെന്നറിയില്ല, ട്രംപിൻ്റെ സഹോദരനായിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. വീമ്പിളക്കുക, ഞാനായിരുന്നെങ്കിൽ, ഈ പത്തനംതിട്ടയിൽ അദ്ദേഹം ആയിരുന്നെങ്കിൽ എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? പൂഞ്ഞാറിൽ ഉണ്ടായിരുന്ന സീറ്റ് പോലും നിലനിർത്താൻ കഴിയാതെ പോയ ആളാണ് ഈ വീമ്പിളക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ലക്ഷ്യം കണ്ടത് കിട്ടാതെ പോയാൽ പിന്നെ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ അല്ല, പ്രധാനമന്ത്രിയെ പോലും വേണമെങ്കിൽ തള്ളി പറയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളായതുകൊണ്ട് ഇദ്ദേഹം BJPയിൽ ചേർന്നത് ഇഷ്ടപ്പെടാത്ത, ഇദ്ദേഹം BJPയിൽ ചേർന്നതിനെ ഇഷ്ടപ്പെടുന്ന BJPക്കാരേക്കാൾ ഈ സൈസ് ആളുകളെയൊക്കെ ഇതിനകത്തോട്ടെടുത്താൽ നമ്മളെ കുറിച്ചുള്ള മതിപ്പും കൂടെ പോകുമല്ലോ എന്ന് പറഞ്ഞ് അത് ഇഷ്ടപ്പെടാത്തവരും ധാരാളം പേരുണ്ട്. പക്ഷേ ഇപ്പം നമ്മളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കാണിക്കുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു രീതി, മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരാനൊന്ന് സമ്മതം മൂളിയാൽ പിന്നെ ആ വരാൻ പോകുന്ന ആളിൻ്റെ വാഴ്ത്തുപാട്ടുകൾ കേട്ട് സത്യം പറഞ്ഞാൽ അതൊരു അരോചകമാണ്. സരിൻ അപ്പുറത്തോട്ട് ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്തുവാ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ എന്നല്ലേ കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയിൽ നിന്നും പെട്ടെന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് വരുന്നവരെ ഒന്നും അങ്ങനെ സീറ്റ് കൊടുത്തും അത് വലിയ പ്രാധാന്യം കൊടുത്തൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് വോട്ടർമാരുടെ ഒരു പൊതുവേ ഉള്ള ഒരാഗ്രഹം. ഇവിടെ പാലായിലെ മത്സരം എങ്ങനെ വരുമെന്നുള്ളതും കണ്ടറിയണം. കാരണം അവിടുത്തെ LDF സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതും കണ്ടറിയണം. പൂഞ്ഞാറിൽ പിന്നെ ആ പ്രശ്നം ഉദിക്കുന്നില്ല. എങ്കിലും PC ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം പൂഞ്ഞാറിൽ പ്രത്യേകിച്ച് ഒരു ചലനവും സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. ഒപ്പം ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ കൂടെ കൂട്ടിയതിന് ശേഷം വരുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തദ്ദേശ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ചില പഞ്ചായത്തുകളിൽ ഭരണം ലഭിച്ചു, പഞ്ചായത്തിൽ കിട്ടി. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരിക്കലും നമ്മൾ നിയമസഭയുമായിട്ട് കൂട്ടി ചേർക്കാൻ പാടില്ലല്ലോ. പക്ഷേ BJP എന്ന് പറയുന്ന പാർട്ടിക്ക്, NDA എന്ന് പറയുന്ന മുന്നണിക്ക് ഏത് പാർട്ടിയിൽ നിന്ന് ആരെ കിട്ടിയാലും അത് രാഷ്ട്രീയപരമായി അത് നേട്ടം തന്നെയാണ്. കാരണം അതിൽ നിന്ന് നഷ്ടപ്പെടാനൊന്നുമില്ല, മുന്നണിയിൽ നിന്ന് പോവുകയല്ലല്ലോ. BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അസ്പർശ്യത പ്രഖ്യാപിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ എന്നേ മാറി. അപ്പോൾ ഇപ്പോൾ പരാജയമുണ്ടായാലും തോൽവി ഉണ്ടായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലേക്ക് ഒരു വഴി തുറക്കുകയാണ് അല്ലേ? പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലേക്കല്ല. അതെ, അതായത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു ഏരിയയിൽ, അതേപോലെ ഇദ്ദേഹത്തിൻ്റെ പൂഞ്ഞാറ് വരുമ്പോൾ മുസ്ലിം, ഈരാറ്റുപേട്ട എന്ന് പറയുന്ന മുസ്ലിം കോട്ടയാണ് അവിടെയും. പക്ഷേ ആ സമുദായം അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. പക്ഷേ സഭയിൽ നിന്നും ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുമൊക്കെ BJPക്ക് അവിടെ അല്ലെങ്കിൽ മറ്റു പലയിടത്തെങ്കിലും ഒക്കെ ആളുകളെ കിട്ടാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഇദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവേശനവും ഒക്കെ പ്രയോജനം ചെയ്തേക്കാം. ഇപ്പം രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, ഒരു വ്യക്തി ഒരു പ്രദേശത്ത് ചേർന്നാൽ ചിലപ്പോൾ ആ പ്രദേശത്ത് ഒരു ഗുണവും കിട്ടിയില്ലെങ്കിലും വേറെ പല പ്രദേശത്തും ചിലപ്പോൾ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ആ അർത്ഥത്തിൽ BJP അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് എത്രമാത്രം ജനപിന്തുണ ഉണ്ട് എന്നുള്ളത് മത്സരിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാത്രമേ നമ്മൾക്ക് പറയാൻ പറ്റുകയുള്ളൂ. സ്വാഭാവികമായിട്ടും 3-ാം സ്ഥാനം ഉറപ്പാണ്. 2-ാം സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളതാണ് അതിനുള്ള സാധ്യത കാണും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.